ഭൂമിയുടെ സർഫസിന് ടാൻജൻഷ്യലായിട്ട് വെലോസിറ്റി ഉള്ള ഒരു മാസ്, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ മാസിൻ്റെ പൊസിഷൻ എന്താണ്? ലാംഡ എന്ന ലാറ്റിറ്റ്യൂഡിലാണ്. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ലാംഡയാണ്. ഈ മാസ് എന്ത് ചെയ്യാണ്? ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി, ഭൂമിയുടെ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഗോളത്തിന്, ഒരു സ്ഫിയറിന് ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷന് എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് 2 ഡയമെൻഷനിലാണ് ഈ ചിത്രം, അതുകൊണ്ട് നമുക്കിത് വരയ്ക്കാൻ പരിമിതിയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഈ ഒരു വെലോസിറ്റി വെക്ടർ ഈ സ്ഫിയറിന് ടാൻജൻ്റാണ്. ഭൂമി എന്ന സ്ഫിയറിന് ഈ ഒരു പോയിന്റിലെ ടാൻജൻ്റാണ്. അപ്പോൾ ഈ ഒരു മാസിൽ കോറിയോളിസ് ഫോഴ്സ് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഴുതി നോക്കാം. എഫ് കോറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -2m ഒമേഗ ക്രോസ് വി വെലോസിറ്റി ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം. അപ്പോൾ നമ്മൾ ഈ മോഷൻ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെയാണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വി ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്നുള്ളത് ജസ്റ്റ് നമ്മൾ വി തന്നെ എടുക്കുന്നത്, റൊട്ടേറ്റിംഗ് എന്ന് പ്രത്യേകം കാണിക്കുന്നില്ല. അതായത് വി ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് ഈക്വൽ ടു വി, നമ്മൾ വി എന്നെടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? ഒമേഗ ക്രോസ് വി അല്ലേ കാണേണ്ടി. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയർ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ അത് എത്രയാണ്? നമുക്കറിയാം, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, നമ്മുടെ റൈറ്റ് ഹാൻഡ് ഈ ഡയറക്ഷനിൽ കേൾ ചെയ്താൽ നമ്മുടെ തമ്പ് മേലേക്കാണ് നിൽക്കുക. അതായത് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മേലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആംഗുലാർ വെലോസിറ്റി വെക്ടറിനെ ഇവിടെ കൊടുന്ന് പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്നല്ലോ നമുക്ക് ഈ ഒമേഗ ക്രോസ് വി എടുക്കേണ്ടത്. ഈ ആംഗുലാർ വെലോസിറ്റി വെക്ടറിനെ ഇവിടെ കൊടുന്ന് വെക്കാം. ഒമേഗ, ഇനി നമുക്ക് ഒമേഗ ക്രോസ് വി ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒമേഗയെ ആദ്യം നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഒന്ന് റിസോൾവ് ചെയ്യാണ്. ഏത് ഡയറക്ഷനിലാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്? നമ്മുടെ ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ, അതാണ് ഈ പോയിന്റിലെ വെർട്ടിക്കൽ ഡയറക്ഷനാണിത് അല്ലേ. ഇവിടെ ഇപ്പോൾ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ആകാശം ഇവിടെ അല്ലേ, അതായത് ഇയാളെ സംബന്ധിച്ച് വെർട്ടിക്കൽ ഇങ്ങോട്ടാണ്. പിന്നെ ടാൻജൻഷ്യൽ ഈ ഒരു ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 2 ഡയറക്ഷനിലായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആംഗിൾ വേണം. ഒന്നെങ്കിൽ ഈ ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ ആംഗിൾ വേണം. അപ്പോൾ ആംഗിൾ കിട്ടാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്. ഈ ആംഗിളിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും സൂട്ടബിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഇതൊന്നും പാരലലല്ലേ, ഈ ലൈനും ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. അതുകൊണ്ട് ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ആംഗിൾ ഇവിടെ ആകുമ്പോൾ ഇതും 90 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ലാംഡ ആണെങ്കിൽ ഇത് 90 - ലാംഡ ആയിരിക്കും. ഇതും 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് 90 - ലാംഡ ആണെങ്കിൽ ഇത് ലാംഡ ആയിരിക്കും. ഈ ആംഗിൾ അപ്പോൾ ലാംഡ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഏതാണോ അതായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഒമേഗയെ ഈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുമ്പോൾ, ഈ 2 പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഒമേഗ കോസ് ലാംഡ ആയിരിക്കും. കാരണം ഇത് ലാംഡയിലേക്ക് ചേർന്ന ഭാഗമാണ്. ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഒമേഗ സൈൻ ലാംഡ ആയിരിക്കും. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, ഹൊറിസോണ്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സർഫസിന് ടാൻജൻഷ്യലായ കമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് ഒമേഗയെ 2 ഡയറക്ഷനിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ ഹൊറിസോണ്ടൽ പ്ലസ് ഒമേഗ വെർട്ടിക്കൽ. ഇനി നമുക്ക് കോറിയോളിസ് ഫോഴ്സ് കണ്ടു നോക്കാം. എഫ് കോറിയോളിസ് ഈസ് ഈക്വൽ ടു, കോറിയോളിസ് ഫോഴ്സിൽ ഈ എക്സ്പ്രഷൻ കൊടുക്കാം, ഈസ് ഈക്വൽ ടു -2m. ഒമേഗൻ്റെ അവിടെ ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒമേഗ ഹൊറിസോണ്ടൽ പ്ലസ് ഒമേഗ വെർട്ടിക്കൽ ക്രോസ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇത് ബ്രാക്കറ്റിലിടണം. ഇത് മൊത്തമായിട്ടുള്ള ക്രോസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്താ വരിക? -2m. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 2 ഇതുകളായി മാറും. ഇവിടെ ഒരു ടേം, രണ്ടാമത്തെ ക്രോസ് പ്രൊഡക്റ്റ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഈ -സൈന് വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാം. 2m -സൈന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ക്രോസ് പ്രൊഡക്റ്റ് റിവേഴ്സ് ചെയ്യും അല്ലേ, വി ക്രോസ് ഒമേഗ. ഒന്നാമത്തെ ടേം ഇങ്ങനെ ആയിരിക്കും, രണ്ടാമത്തെ ടേം എന്തായിരിക്കും? 2m വി ക്രോസ് ഒമേഗ വി.
2 ടേമുകളായില്ലേ? രണ്ട് ടേമുകളായി. ഈ ടേമിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? കോറിയോളിസ് ഫോഴ്സിന് 2 ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റുകൾ കിട്ടും. ഇപ്പോൾ ഈ ഒരു ഈ ടേമിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അതുപോലെ ഈ ടേമിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ടേമിൻ്റെ ഡയറക്ഷൻ വി ക്രോസ് ഒമേഗ എച്ചിൻ്റെ ഡയറക്ഷൻ. ഒമേഗ എച്ചിൻ്റെ അത് നമുക്ക് ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഈ പോയിന്റിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഞാൻ നമ്മുടെ ഒരു വൃത്തിക്കും വേണ്ടി ഇതൊക്കെ ഒന്ന് കളിയാണ്. ഒമേഗയും ഞാൻ ജസ്റ്റ് കളയാണ്, കാരണം അതിൻ്റെ റിസോൾവ് ചെയ്ത കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട്. ഒമേഗ വെർട്ടിക്കൽ ഇതാണ്, ഒമേഗ ഹൊറിസോണ്ടൽ ഇതാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്റ്ററാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആദ്യത്തെ ടേം എന്താണ്? വി ക്രോസ് ഒമേഗ എച്ച് ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മുടെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കേൾ ചെയ്ത് നോക്കിയാൽ മതി. വെലോസിറ്റിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഒമേഗയുടെ ഡയറക്ഷനിലേക്ക് കേൾ ചെയ്യുമ്പോൾ ഡയറക്ഷനാണ് വരിക? നമ്മുടെ റേഡിയലായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. റേഡിയലായിട്ട് ഉള്ളിലേക്ക്. ഇത് റേഡിയൽ കമ്പോണൻറ്റാണ്. പിന്നെ മറ്റേ കമ്പോണൻ്റ് എന്തായിരിക്കും വരിക? അപ്പോൾ ഇത് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആർ ക്യാപ്പിലായിരിക്കും ഇതുണ്ടാവുക. ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വി ക്രോസ് ഒമേഗ വെർട്ടിക്കൽ. വി ഇങ്ങനെയാണ്. ആയിട്ട് ഒമേഗ വെർട്ടിക്കൽ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക? നമുക്കൊരു വേറെ കളറിൽ സൂചിപ്പിക്കാം. അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കിയാൽ മതി. വി ഇതാണ്, ഈ ഒരു ആരോ. ഒമേഗ വെർട്ടിക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വരിക? അങ്ങോട്ടാണ് വരിക അല്ലേ? നമ്മുടെ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുക? തമ്പ് നിൽക്കൽ ബാക്കിലേക്കാണ്. ബാക്കിലേക്ക്. ഇവിടെ പരിമിതികളുണ്ട് നമുക്ക് വരക്കാൻ. 2 ഡയമെൻഷനൽ ആയതുകൊണ്ട് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ബാക്കിലേക്ക് അല്ലേ? ഈ പോയിന്റിലുള്ള ഫോഴ്സ് ബാക്കിലേക്ക് ആയിക്കൊണ്ടാവാം. ഈ വെർട്ടിക്കൽ ഇതിന് പ്രത്യേക ഇമ്പാക്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം മറ്റുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ ഈ ഒരു ഡയറക്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് നമുക്ക് അത്ര പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഇതിന് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുമെന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോറിയോളിസ് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് മാത്രം എടുത്താൽ മതി. കോറിയോളിസ് ഫോഴ്സിന് ഇവിടെ 2 കമ്പോണൻ്റ് ഉണ്ട്. ഇതുണ്ടാക്കിയ ഇതെന്താണ്? വെർട്ടിക്കലാണ്. ഇത് വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. രണ്ടാമതുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രം നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. കോറിയോളിസ് ഫോഴ്സ് ഹൊറിസോണ്ടൽ. എഫ് കോറിയോളിസ് ഹൊറിസോണ്ടൽ എന്താണ്? 2m ഇൻറ്റു വി ക്രോസ് ഒമേഗ വി. എന്തുകൊണ്ടാണ് ഇതിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് വിളിച്ചത്? ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഈ പോയിന്റിൽ ബാക്കിലേക്ക്, ഇവിടെ ഇതിനും പെർപെൻഡിക്കുലറായിട്ട്. ഈ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുമോ സംശയമുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മേലേക്കല്ല, ഇവിടെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇതാണ് വി കേട്ടോ. ഇതിങ്ങോട്ട് ഇവിടെ പുറത്തേക്ക് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ആർ ക്യാപ്പ്. ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടായിരിക്കും എഫ് എച്ച് ഉണ്ടാവുക. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വെലോസിറ്റിയെ, ഈ മാസിനെ ഇതിങ്ങനെ അങ്ങോട്ട് തള്ളും. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്ത് സംഭവിക്കുക? ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് കൊണ്ട് ഈ വെലോസിറ്റി എന്താവും? ഇവിടെ നിന്നുള്ളത് ജസ്റ്റ് ഇങ്ങോട്ടായി മാറും. ഒന്നിങ്ങോട്ട് ചെരിയും. മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്നിങ്ങോട്ട് ചെരിയും. വീണ്ടും മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ ഡയറക്ഷനായി അല്ലേ വെലോസിറ്റിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ഒരു വെലോസിറ്റിൻ്റെയും ഈ ആർ ക്യാപ്പിൻ്റെയും ഡയറക്ഷൻ. അതായത് അപ്പോൾ ഒന്നും കൂടി ഇവിടുന്ന് ഇതിന് രണ്ടും കൂടി പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ ഇതൊന്നും കൂടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് ചേരും. അടുത്ത പോയിന്റിൽ നിന്ന് ഇതൊന്നും കൂടി ചേരും.
അങ്ങനെ ഇവിടുന്ന് വീണ്ടും കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതിന് പെർപെൻഡിക്കുലർ, ആർ ക്യാപ്പ് എല്ലാ സമയത്തും ഇതിന് പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അഗൈൻ ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും കൂടി ചേരും, ഒന്നും കൂടി എന്ത് ചെയ്യും, ഇതിൻ്റെ മോഷൻ ഒന്നും കൂടി ഇങ്ങനെ ആവും. അങ്ങനെ ഈ മോഷൻ എന്തായി മാറും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ ഒരു സർക്കുലർ പാത്ത് ട്രേസ് ചെയ്യും. അപ്പോൾ ഈ സർക്കുലർ പാത്തിൻ്റെ ഇതെന്താണ്, ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഒരു മാസ് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ക്ലോക്ക് വൈസ് പാത്തായിരിക്കും ഇവിടെ ട്രേസ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലോ, ഇവിടെയാണ് മാസ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പാത്ത് ഉണ്ടാവുക? ഇവിടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പാത്ത് ഉണ്ടാവുക? നമ്മളിതേപോലെ ഇവിടെ വരയ്ക്കുക. വെർട്ടിക്കൽ ഡയറക്ഷൻ ആർ ക്യാപ്പ് ഇങ്ങനെയാണ്, പിന്നെ ഒമേഗ ഇങ്ങനെയാണുള്ളത്, അപ്പോൾ ഈ ആർ ക്യാപ്പും ഒമേഗയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഒമേഗേനെ എങ്ങനെ റിസോൾവ് ചെയ്തു, ഇങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ കമ്പോണൻറ്റ് ഇതാണ് ഒമേഗയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇതൊന്നും കൂടി ഇതെടുക്കുന്ന സമയത്ത് എങ്ങനെ വരിക, ഒമേഗ ക്രോസ് വി ക്രോസ് ഒമേഗ, അത് നോക്കിയാൽ മതി. വി ക്രോസ് ഒമേഗയുടെ ഡയറക്ഷൻ എന്താ, നമ്മൾ വെലോസിറ്റി ഇവിടെ വരക്കാൻ മറന്നു. വെലോസിറ്റി ഇങ്ങനെയാണ് നോക്കുക. അപ്പോൾ നമ്മൾ വി ക്രോസ് ഒമേഗ വി അല്ലേ, വെർട്ടിക്കൽ അല്ലേ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതാണ് ഒമേഗ വെർട്ടിക്കൽ ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഇതല്ലേ ഒമേഗനെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വി ക്രോസ് ഒമേഗ എടുക്കുമ്പോൾ എങ്ങനെ ഡയറക്ഷൻ വരിക, ഇങ്ങോട്ടാണ് വരിക. വി ക്രോസ് ഒമേഗ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സാധനം ഇങ്ങോട്ട് ഇതാവും. അങ്ങനെ ഇതിങ്ങനെ ടേൺ ചെയ്ത് ആ ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. അതായത് കോറിയോളിസ് ഫോഴ്സ് സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള വസ്തുവിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ ഒറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ് ഒരു ക്രോസ് പ്രൊഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്തുക, കോറിയോളിസ് ഫോഴ്സിൻ്റെ ഒറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ 2ωm. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ, എ ക്രോസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ബി സൈൻ തീറ്റ അല്ലേ, എ ബി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് വി ആണ്, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം. പിന്നെ ഒമേഗ വിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ റിസോൾവ് ചെയ്തപ്പോൾ എഴുതി വെച്ചിരുന്നു. എന്താണ് ഒമേഗ വി, ഇവിടെ നമ്മൾ റിസോൾവ് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ഒമേഗനെ റിസോൾവ് ചെയ്ത സമയത്ത് ഇതാണ് ലാംഡ വന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഒമേഗ സൈൻ ലാംഡയാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒമേഗ സൈൻ ലാംഡ. ഒമേഗ സൈൻ ലാംഡയാണ്. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എ ബി സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ സൈൻ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പിന്നെ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ വെർട്ടിക്കൽ. വി ഈസ് ടാൻജൻഷ്യൽ, വി ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ. വി എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് അല്ലേ, നമ്മുടെ ആ സർഫസിന് ടാൻജൻ്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സർഫസിൽ ആ പോയിൻറ്റിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അവർക്ക് തമ്മിലുള്ള ആംഗിൾ 90 ആണ്, എല്ലാ സമയത്തും 90 ആണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും, സൈൻ 90 ആയിരിക്കും, ഇവിടെയുള്ള ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 2m വി ഒമേഗ സൈൻ ലാംഡ ഇങ്ങനെ ആയിരിക്കും. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ അതാ അങ്ങനെ ഇതിന് രണ്ടിനും ഇവിടെ കാണിച്ച ഈ ഡയറക്ഷന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്താണ്, ഇവിടെ ഇതിനെ ക്ലോക്ക് വൈസ് മറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ അതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. ഇവിടെ ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ ഒരു ബസ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാറ് പോകുമ്പോഴൊന്നും ക്ലോക്ക് വൈസ് ആയി റൊട്ടേറ്റ് ചെയ്യിക്കൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഒരു വസ്തു ഫോളോ ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ കണ്ടെത്തിയിരുന്നു. അതൊക്കെ വളരെ ചെറുതല്ലേ. അപ്പോൾ അത്തരം അങ്ങനത്തെ ബസ്സിലും കാറിലും ഇങ്ങനെ ഒറിസോണ്ടലായിട്ട് ടാൻജൻഷ്യലായിട്ട് ഭൂമിയുടെ സർഫസിന് മൂവ് ചെയ്യുന്നതിലൊന്നും ഇത് കാണാൻ പറ്റില്ല. കാരണം അത് അത്ര അതിനൊന്നും കറക്കാനുള്ള ശക്തിയൊന്നും അതിനുണ്ടാവില്ല. എന്നാൽ കാറ്റടിക്കുന്ന സമയത്ത് കാറ്റിനൊക്കെ എന്ത് ചെയ്യും, ഡയറക്ഷനൊക്കെ ഇത് ചേഞ്ച് ചെയ്യിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു കോറിയോളിസ് ഫോഴ്സ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ നമുക്ക് പറയാം കോറിയോളിസ് ഫോഴ്സ് ഒരു ടാൻജൻഷ്യലായിട്ട് ഭൂമിക്ക് ടാൻജൻഷ്യലായിട്ട് വെലോസിറ്റി ഉള്ള ഒരു വസ്തുവിനെ ക്ലോക്ക് വൈസ് ആയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൊട്ടേറ്റ് ചെയ്യിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷന് ആണ് ഉണ്ടാക്കുക. സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് ഉണ്ടാക്കുക. താങ്ക് യു.